ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഊട്ടി യാത്രയുടെ സെക്കൻഡ് എപ്പിസോഡാണ് കാണാൻ പോകുന്നത്. ഇന്ന് ഞങ്ങൾ മെയിനായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഊട്ടിയിലുള്ള പൈൻ ഫോറസ്റ്റിലാണ്. മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുക ഒരു ഫോഗി ക്ലൈമറ്റിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കൊടുത്ത് വെച്ചിട്ടാണ് വീഡിയോ എൻഡ് ചെയ്തത്. അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നു. നമ്മൾ ഇസുകുട്ടീനൊക്കെ കൂട്ടി നേരെ താഴത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. കമ്പാരിറ്റീവ്ലി ഇവിടെ വലിയ തിരക്കില്ല. നമ്മളിപ്പോൾ വാഗമണ്ണ് പോലെയുള്ള സ്ഥലങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടം അത്ര സൂപ്പറാണെന്ന് പറയാൻ പറ്റില്ല. കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ ഇവിടെ. പിന്നെ ഒരു ലേക്ക് സൈഡ് പൈൻ ഫോറസ്റ്റ് ആണിത്. ഇവിടെ ഈ ലേക്കിൻ്റെ സൈഡിൽ കുതിര സഫാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളത് ട്രൈ ചെയ്തില്ല. അങ്ങനെ ഇവിടെ നിന്ന് ഇസുകുട്ടീനെ ഇരുത്തി കുറച്ച് നല്ല സ്റ്റിൽസൊക്കെ എടുത്തു. നല്ലൊരു അടിപൊളി ഫ്രെയിമായിരുന്നു ഇവിടെ. നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനും മാത്രമുള്ളൊരു സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് വേഗം അടുത്ത സ്പോട്ടിലേക്ക് പോകാനുള്ള പ്ലാനാണ്. പക്ഷേ ഇസുകുട്ടിക്ക് വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് മരത്തമ്മ ഇറുക്കി പിടിച്ചിരിക്കുകയാണ് അവൾ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ പൈൻ ഫോറസ്റ്റ് വിട്ട് നേരെ വന്നിരിക്കുന്നത് നമ്മുടെ ഊട്ടി ലേക്കിലാണ്. ഇവിടെ ഓരോ കൊല്ലം അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം വരുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ഓരോ ആക്ടിവിറ്റീസൊക്കെ ഇവർ പുതുതായിട്ട് ആഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എന്താ പറയുക പ്ലേ സ്റ്റേഷനുകളും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ട്രെയിനിൻ്റെ ട്രാക്കുകൾ, അതുപോലെ ഒരുപാട് ഐറ്റംസ് അവർ പുതുതായിട്ട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും കളർഫുള്ളാണ് മൊത്തത്തിൽ ഇവിടുത്തെ ഒരു പ്ലേ സ്റ്റേഷൻ. അങ്ങനെ അവിടുത്തെ ഗെയിമിങ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഈ തണുപ്പത്ത് നല്ല തണുത്ത ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് ഇത് അവിടെ ഒരു ട്രാക്കിൽ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യത്യസ്ത തരം ഉള്ള ഒരു എന്താ പറയുക ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റി. എന്തായാലും നമ്മളതിന് വേണ്ടി ട്രൈ ചെയ്തില്ല. നമ്മൾ നൈസായിട്ട് അവിടെ നിന്ന് ആ ഗാർഡൻ്റെ അവിടേക്കൊന്ന് മാറിയിരുന്നു. അപ്പോഴേക്കും ഇസ ഓടി വന്നു പോപ്കോണൊക്കെ ആയിട്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ആലിസമ്മ അവിടെ നിന്ന് ഇസയ്ക്ക് പിസ്സ വാങ്ങിക്കൊണ്ട് വന്നു. ചെറിയൊരു പിസ്സ, പക്ഷെ കുഴപ്പമില്ല. നമുക്ക് ഈ തണുപ്പ് ടൈമിൽ ഇങ്ങനത്തെ ചൂട് പിസ്സയൊക്കെ കഴിക്കാൻ ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. അങ്ങനെ ഇവിടെ ഒരുപാട് പേര് പെഡൽ ബോട്ടിങ്ങും മോട്ടോർ ബോട്ടിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മളതിലേക്ക് കയറാനും റിസ്ക് എടുക്കാനും നിന്നില്ലേ. ഇസുകുട്ടി ഉള്ളത് കൊണ്ടൊക്കെ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ നമ്മളിപ്പോൾ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഊട്ടി മിനി ട്രെയിൻ സ്റ്റേഷൻ്റെ അടുത്തേക്കാണ്. ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും പോയിട്ടുണ്ടാവും ഈ ഒരു മിനി ട്രെയിനിൽ. ഒരു വ്യത്യസ്ത തരത്തിലുള്ള ഒരു അനുഭവമാണ്. എന്തായാലും നമ്മളത് ഒരു ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ട് തന്നെ പിന്നെ അതിലേക്ക് കയറാൻ വേണ്ടി നിന്നില്ല. അങ്ങനെ നോക്കി നിന്നപ്പോഴാണ് ഇവിടെ ഷൂട്ട് എയർ ഗണ്ണിൻ്റെ ചെറിയൊരു പരിപാടി കണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു പ്രാവശ്യം ഇതെന്തായാലും ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഗണ്ണൊക്കെ ലോഡ് ചെയ്ത് നമുക്ക് ഗണ്ണ് തന്നു. ഞാനിതിൽ കാണുന്ന പോലെ തന്നെ നല്ല കറക്റ്റ് ഉന്നം പിടിച്ചിട്ടാണ് ഷോട്ട് ചെയ്തത്. പക്ഷേ ഇതിൻ്റെ ഒരു മെക്കാനിസം അങ്ങനെയല്ല. നമ്മളൊരു പ്രത്യേക ആംഗിളിൽ പിടിച്ചാൽ മാത്രമാണ് ഇത് കറക്റ്റ് പോയിന്റിലേക്ക് എത്തുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ കറക്റ്റ് ഉന്നം നോക്കി വെടിവെക്കാൻ നോക്കി കഴിഞ്ഞാൽ ഒരിക്കലും അത് ലക്ഷ്യസ്ഥാനത്ത് എത്തില്ല. അങ്ങനെ ഞങ്ങൾ 2-3 വട്ടം ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. എന്തായാലും ഒരു വ്യത്യസ്ത അനുഭവമായിരുന്നു. എന്തായാലും കുഴപ്പമില്ല. നമുക്ക് ആ കൂടി അതിൽ 8 ബുള്ളറ്റ് ഉണ്ടാകുള്ളൂ. പക്ഷേ ഞാൻ അതിൽ വീണ്ടും പ്രസ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് അത് ബുള്ളറ്റല്ല, അത് ആ ഗ്യാസിൻ്റെ പവർ ഓരോ ഷോട്ടിൽ ലീക്ക് ആവുന്നതാണെന്ന്. അതിനുശേഷം ഞങ്ങളതൊക്കെ നിർത്തി നേരെ റൂമിലേക്ക് മാറി. നമുക്ക് ഒരുവിധം കുഴപ്പമില്ലാത്ത അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനാണ് റൂം കിട്ടിയത്. നമുക്ക് ഊട്ടി ടൗണിൽ തന്നെ കിട്ടി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ഓഫ് സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ റൂംസൊക്കെ നല്ലൊരു അഫോർഡബിൾ റേറ്റിനാണ് അവിടെ പോകുന്നത്. അങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഹൈദരാബാദ് ബിരിയാണി കിട്ടുന്ന ഒരു നല്ലൊരു റെസ്റ്റോറൻ്റാണ് നമ്മളിവിടെ കയറിയിരിക്കുകയാണ്. നമ്മൾ ഫുഡ് കഴിച്ച് ഇന്നത്തെ ഒരു ഡേ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള പ്ലാനിലാണ്. അങ്ങനെ അടുത്ത വീഡിയോയിൽ നമുക്ക് ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ വിശേഷങ്ങളാണ് ഇനി കാണാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.